ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ പുതിയ ഡൽഹിയിലേക്കുള്ള മുഖ്യമന്ത്രിയെ ബി തെരഞ്ഞെടുത്തത്. രേഖ ഗുപ്ത നമ്മുടെ പുതിയ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി സ്ഥാനം കയറിയ സമയത്ത്, സ്ഥാനം കയറ്റം സംഭവിച്ച സമയത്ത് വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. അവരുടെ വാർത്തകളാണെങ്കിലും അല്ലെങ്കിൽ കർമ്മം കൊണ്ട് പലതും കാണിച്ചു തരും എന്ന രീതിയിൽ. ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത ഡൽഹിയിലെ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ്. രേഖ ഗുപ്ത അവിടെ എന്തോ ഒരു ഫയൽ ഒപ്പിട്ടിരിക്കുന്നു. ആ ഒരു ഫോട്ടോയില് പക്ഷെ പണ്ടുണ്ടായിരുന്ന അംബേദ്കറിന്റെ ഒന്നും ഫോട്ടോ കാണുന്നില്ല. പകരം മോദിജിയുടെയും അതേപോലെ ദ്രൗപദി മുർമുവിന്റെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു കർമ്മമാണോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് വേണ്ടി അവർ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു BJP സർക്കാർ കാലാകാലങ്ങളായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും നമുക്ക് ഗാന്ധിജി അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാം. പല BJP സർക്കാരുകളുടെ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഗാന്ധിജിയോ അങ്ങനെയുള്ള അംബേദ്കറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സവർക്കറുടെ ഫോട്ടോയാണ്. സവർക്കറെ അത്രത്തോളമാണ് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരാളെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP തന്നെയാണ്. അതിൽ പ്രധാനമായും അവർ ഉന്നം വെക്കുന്നത് ഗാന്ധിജിയെ കൊന്നത് ഹിന്ദുത്വവാദികളല്ല, RSS ഇതുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊരു അജണ്ട കാലാകാലങ്ങളായിട്ട് അവർ ആളുകളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ളൊരു ക്ഷീണമുണ്ട്. അത് പതിറ്റാണ്ട് കാലങ്ങളോളം നിലനിന്ന അവരൊരു ക്ഷീണമാണ്. ഇപ്പോഴും അവർ അനുഭവിക്കേണ്ടി വരുന്നൊരു വസ്തുത എന്ന് പറയുന്നത് ഗാന്ധിജിയെ കൊന്ന ആളുകൾ എന്നൊരു ലേബലിലേക്ക് അവർ ഒതുക്കപ്പെടും. അങ്ങനെയാണ് ആളുകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സവർക്കർ അല്ല ഒരിക്കലും ഗാന്ധിജിയെ കൊന്നത് എന്നൊരു നിലയിലേക്ക് അവരുടെ മനോനില കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അംബേദ്കർ ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഇവർ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി മുൻ നയിക്കുന്ന ആളുകളാണ്. ഹിന്ദുത്വ രാഷ്ട്രം നമുക്ക് വേണം എന്ന് ആശയം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. ഭാരതത്തിന് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണെന്നുള്ള ലേബല് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ലേബല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏത് രീതി എടുത്തിട്ടുണ്ടെങ്കിലും അതിന് സ്ഥലത്തിന്റെ പേര് മാറ്റുന്നതാണെങ്കിലും അതിലൊരു ഹൈന്ദവ ആചാരം അല്ലെങ്കിൽ ഹൈന്ദവമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന പേരുകളാക്കുക. അത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ആ ഒരു വിവാദങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ സ്ഥലപ്പേര് മാറ്റിയിട്ട് ഗണപതി വട്ടമാക്കണം എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് എന്തോ അദ്ദേഹം അധികാരത്തിൽ വന്നില്ല. അതുകൊണ്ട് പേരിപ്പോഴും സുൽത്താൻ ബത്തേരി തന്നെയാണ്. സുൽത്താൻ ബത്തേരിയിൽ ഒരു വർഗീയത സൃഷ്ടിക്കാൻ സുരേന്ദ്രന് സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിനെ ജയിപ്പിക്കാത്തത് കൊണ്ട് അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഡൽഹിയിലും കാണാൻ കഴിയുന്നത്. അവിടെ നിന്നും അംബേദ്കറുടെ ഫോട്ടോ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അംബേദ്കറെ ഇവർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. കാരണം അംബേദ്കർ ചെറിയ കാലം തൊട്ട് ഇതുകൂട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ളൊരു അടിയുണ്ട്. ആ അടിയുടെ വേദനയാണ് അവർ ഇപ്പോഴും പേരിക്കൊണ്ട് നടക്കുന്നത്. അത് അവർക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന. അവർ എത്രത്തോളം മെനക്കെട്ട് കഴിഞ്ഞാലും മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിൽ വാർത്തുടച്ചൊരു സംവിധാനം നമ്മുടെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ അവർ അത്രത്തോളം ഭയക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഭരണഘടനയെ അവർക്ക് തൊടാൻ കഴിയുന്നില്ല എങ്കിൽ അവർ പലപ്പോഴും പല ഭേദഗതികളും വരുത്തി പല മാറ്റങ്ങളും വരുത്താൻ നോക്കുമ്പോഴും ഒരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല. ഇതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുന്നത് അംബേദ്കറും നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ കൊടുത്തു വെച്ച ആ ഒരു തീയുടെ നാളം കൊണ്ട് തന്നെയാണ്. ആ തീ ഇപ്പോഴും അവർ ഭയക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്രയും അധികം കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക. എല്ലാത്തിനും ഒരു ഹൈന്ദവ രാഷ്ട്രം എന്ന ലേബല് ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ പൂർണ്ണമായി ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് നമ്മുടെ ഭരണഘടന എടുത്തു വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഒരു വർഗീയമായിട്ടുള്ള ഒരു കലാപങ്ങൾക്ക് തിരുനാളം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള പരാമർശം കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ PC ജോർജ് പറഞ്ഞപ്പോഴാണെങ്കിലും എല്ലാത്തിനെയും എതിർക്കുന്നത് നമ്മൾ ഈ ഭരണഘടനയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് മതേതരത്വമാണ്. എല്ലാവരെയും നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. അല്ലാതെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു രീതിയെ മാത്രം നമ്മൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് ഇവരിങ്ങനെയാണ്, ഇവരാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഹൈന്ദവ രാഷ്ട്രമായിരുന്നു, ബാക്കിയുള്ള മുസ്ലിങ്ങളാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്നോ വന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ലെങ്കിൽ ഇവിടുന്നുള്ള ആൾക്കാർ മുസ്ലിങ്ങളൊക്കെ ചേക്കേറേണ്ടത് പാകിസ്ഥാനിലേക്കാണ്. ഈ PC ജോർജിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് എത്രയോ ആൾക്കാർ വന്ന് പറഞ്ഞു നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരതം ഹൈന്ദവ രാഷ്ട്രമാണ് എന്ന്. പക്ഷെ അവർ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വന്നിട്ട് പറയാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭരണഘടന തന്നെയാണ്. അത്തരത്തിൽ നമ്മൾ അതിനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റം തന്നെയായിട്ട് മാറും. ഒരു രാജ്യത്തിന് ഏറ്റവും മഹത്തായ ഭരണഘടനയെ ലംഘിക്കുക എന്ന രീതിയിലേക്ക് തന്നെ പോകും.
പക്ഷെ ഇതിന് അവര് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കൂടി ലംഘിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഇത്രയും കാലമായിട്ടും അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് പ്രധാനമന്ത്രിയുടെയും അതേപോലെ മുർമുവിന്റെയും ഫോട്ടോ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയെ പക്ഷെ ഇത്തവണ അവർ തൊട്ടിട്ടില്ല. ഗാന്ധിജിയുടെ ഇടം വലമാണ് ഈ രണ്ട് വ്യക്തികളുടെയും ഫോട്ടോ കൊണ്ടുവച്ചത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ആണ് ബാക്കിയുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ അംബേദ്കറിനെക്കാട്ട് വലുത് ഞങ്ങളാണ് എന്ന രീതിയിലേക്ക് ചിലപ്പോൾ അത് അവർ നൽകുന്ന ഒരു സൂചനയാവും. ഇനി ചിലപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ അവർ മാറ്റി വാർക്കും എന്നുള്ളതിന്റെ അവർ നൽകുന്ന ഒരു സൂചനയാകാം. ഇപ്പോൾ ഡൽഹി പിടിച്ചടക്കുന്നു, ഇനി ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ അവർ ഒരിക്കലും കൈവെക്കാൻ കഴിയില്ല എന്നവർക്ക് തോന്നിയിട്ടുള്ള പല സംസ്ഥാനങ്ങളും അവർ അടക്കി ഭരിക്കുമെന്ന അവരുടെ ഒരു ചിന്താഗതിയിൽ നിന്നും ഉണ്ടായതായിരിക്കാം. ഇനി അവർ പറയുന്നതാണ് ഈ രാഷ്ട്രത്ത് നടക്കാൻ പോകുന്നത്, അതിന്റെ എല്ലാം ഒരു സൂചനയാകാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസമാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് അവിടുത്തെ ജവാന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റിയിട്ട് നരേന്ദ്രമോദിയുടെ പേരിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വാർത്ത വന്നത്. ഇത്തരത്തില് എല്ലാ സ്ഥലങ്ങളും തങ്ങളുടേതാക്കി മാറ്റുന്ന ഇവര് കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഭരണഘടനയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട്, കാരണം എല്ലാ സ്ഥലവും പതുക്കെ പിടിച്ചടക്കുക, അല്ലെങ്കിൽ ഒരു ഇത്ര വർഷത്തിനുള്ളിൽ എല്ലാം നമ്മുടെ സ്വന്തം കീഴിലാക്കുക, എല്ലാത്തിന്റെയും പേരുകൾ മാറ്റുക, എല്ലാം തന്റെ ഒരു രാഷ്ട്രം താൻ വിശ്വസിക്കുന്ന മതത്തിൽ മാത്രം അടിച്ചേൽപ്പിക്കുക, ഒരു രാഷ്ട്രത്തിനെ പിന്നീട് വാർത്തെടുത്തിട്ട് ഇന്ത്യ എന്ന് പറയുന്ന മതേതരത്തെ ഒഴിവാക്കി ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണ് ഇങ്ങനെ കൽപ്പിക്കാനായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള ശ്രമിക്കുന്നത്. ഇനി എത്രയൊക്കെ വാക്ക് അല്ലെങ്കിൽ എത്രയൊക്കെ ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ട് എങ്കിലും അംബേദ്കറിന്റെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയതിന് അതിൽ എത്ര ന്യായീകരണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു നല്ല പ്രവൃത്തിയായിട്ട് നമുക്ക് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ ഭരണഘടനയെ അത്രത്തോളം സ്നേഹിക്കുകയും അല്ലെങ്കിൽ അത്രത്തോളം ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു പ്രവൃത്തി എത്ര തന്നെ കണ്ടിട്ടാണെങ്കിലും ആരാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്.